പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത ഐഎസ്എല്ലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ആണ്. നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് തോമസ് മൈക്കൽ ആൽഡർട്ടൺ എന്ന താരത്തിന്റെ സ്വന്തമാക്കാനായിട്ട് ചില ഐഎസ്എൽ ടീമുകൾക്ക് താല്പര്യമുണ്ട് എന്നാണ്. നിലവിൽ 33 വയസ്സ് പ്രായം വരുന്ന ഈ ഒരു താരം ബ്രിസ്ബെയിൻ റോവർ എന്ന എ ലീഗ് ടീമിന്റെ ഡിഫൻഡർ ആയിരുന്നു. ആ ഒരു ടീമിന്റെ പ്രധാന താരങ്ങളിൽ ഒരാളുമായിരുന്നു ഇദ്ദേഹം. പുറത്തുവരുന്ന വാർത്തകൾ അനുസരിച്ച് നിലവിൽ 33 വയസ്സ് പ്രായം വരുന്ന ഈ ഒരു ഇംഗ്ലണ്ട് താരത്തിന് സ്വന്തമാക്കാനായിട്ട് ചില ഇന്ത്യൻ ടീമുകൾക്കൊക്കെ താല്പര്യമുണ്ട്. അതിനോടൊപ്പം തന്നെ കൊറിയ, തായ്ലൻഡ്, മലേഷ്യ എന്നിവിടങ്ങളിൽ നിന്നും ഈ ഒരു താരത്തിന് ഓഫറുകളൊക്കെ ലഭിച്ചിട്ടുണ്ട്. 2019 മുതൽ ബ്രിസ്ബെയിൻ റോവർ എന്ന എ ലീഗ് ടീമിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലെയറാണ് ഇദ്ദേഹം. ഏതാണ്ട് 100 മത്സരങ്ങൾക്ക് മുകളിൽ ഈ ഒരു താരം ബ്രിസ്ബെയിൻ റോവർ എന്ന ടീമിന് വേണ്ടി കളിച്ചിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു താരം തന്നെയാണ് തോമസ് മൈക്കൽ ആൽഡർട്ടൺ എന്ന ഈ ഒരു താരം. ഇദ്ദേഹത്തിന് ഏതെങ്കിലും ഇന്ത്യൻ ടീമുകൾ സ്വന്തമാക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. ചില മാധ്യമങ്ങളൊക്കെയാണ് തോമസ് ആൽഡർട്ടൺ എന്ന ഈ ഒരു താരവുമായിട്ട് ബന്ധപ്പെട്ട വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ്. അങ്ങനെ ഇപ്പോൾ കഴിഞ്ഞ 3 വർഷമായി കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി മികച്ച പ്രകടനം പുറത്തെടുത്ത ഡിഫൻഡർ ആയിട്ടുള്ള മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിരിക്കുകയാണ്. നേരത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞൊരു കാര്യം കൂടിയാണ് മാർക്കോ ലെസ്കോവിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടേക്കുമെന്നത്. മാത്രമല്ല അതിനോടൊപ്പം തന്നെ ISL 10ാം സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ജാപ്പനീസ് താരമായിട്ടുള്ള ഡാസുക സക്കായും കേരള ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിട്ടിട്ടുണ്ട്. കഴിഞ്ഞ പോയ സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ച ഒരുപാട് താരങ്ങളാണ് ഇപ്പോൾ ക്ലബ്ബ് വിട്ടിരിക്കുന്നത്. ഇനി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെല്ലാം കാത്തിരിക്കുന്നത് പുതിയ സൈനിങ്ങിന് വേണ്ടിയാണ്. എന്നാൽ ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുതിയ വിദേശ സൈനിങ് ഒന്നും കണ്ടിട്ടില്ല. ഈ ഒരു ആഴ്ചക്കുള്ളിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഒരു സൈനിങ് ഉണ്ടായേക്കുമെന്ന സൂചന മാർക്കസ് നൽകിയിരുന്നു. ആരാധകന്റെ ചോദ്യത്തിനുള്ള മാർക്കസിന്റെ മറുപടി എങ്ങനെയായിരുന്നു? സൈനിങ്ങുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ഇന്ന് തന്നെ നൽകാമെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് പുതിയ സൈനിങ്ങിന്റെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.